ഇവരുടെ ഡേറ്റിന് വേണ്ടി അവർ നടക്കുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡിമാൻഡുകൾ എന്തും അങ്ങനെയല്ലേ അല്ലേ? നിങ്ങൾ നല്ലൊരു പത്രക്കാരനാണെങ്കിൽ വേറൊരു ചാനൽ വന്ന് നിങ്ങളടുത്തൊന്ന് ചോദിക്കും, വർക്ക് ചെയ്യാൻ വരുമെന്ന് ചോദിക്കും അല്ലേ? അതുപോലെയുള്ളൂ. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. റെമ്യൂണറേഷൻ ആര് കുറയ്ക്കണം എന്നാണ് പറയുന്നത്? 3 ഘട്ടങ്ങളായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ അംഗീകരിക്കേണ്ട തീരുമാനിച്ചല്ലോ. ഒന്നാമത് 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഘട്ടങ്ങളായിട്ടാണ് റെമ്യൂണറേഷൻ തരുന്നതെങ്കിൽ അതന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. 3 ഘട്ടമായിട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ 25-ാം തീയതി, അതായത് മാർച്ച് 25-ാം തീയതിക്ക് ശേഷം സിനിമകൾ ചേംബേഴ്സിൻ്റെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് റിലീസ് ചെയ്തെന്ന് പറയുന്നത്. ചേംബർ തന്നെ വേണമെന്നൊക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ്. അതിനാണ് ചേംബർ. ഇത് ഗവൺമെൻറ് ടാക്സ് ആകുന്നൊരു ഏർപ്പാടല്ലേ, ഗവൺമെൻറ്റിൽ ഇതിൽ മുൻകൂട്ടിയിട്ടുണ്ടൊക്കെ അവർ ഒപ്പിടലുകളപ്പോൾ നോക്കാം. പ്രൊഡ്യൂസർമാർ നോക്കട്ടെ, പടം നിർമ്മിച്ചവർ നോക്കട്ടെ, നടന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നിലപാടാണ്. ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്യും, പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെയൊക്കെ ബഡ്ജറ്റ് പടം ഇറങ്ങുന്നതിന് മുന്നേ പ്രസിദ്ധപ്പെടുത്തി അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അമ്മയുടെ പൂർണ്ണമായ നിലപാട് അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, മോഹൻലാലുമായിട്ടുള്ള പ്രശ്നങ്ങൾ മോഹൻലാലിനോട് ചോദിക്കുക നല്ലത്. കാരണം നമുക്ക് ഒരാളുടെയും വക്കാലത്ത് കിട്ടേണ്ട കാര്യമില്ല. ഞാൻ ഇട്ട പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയാം. മറ്റുള്ളവർ പിൻവലിച്ചോ സപ്പോർട്ട് ചെയ്തോ അതിന് നമ്മൾ എന്ത് നിലപാടെടുക്കുന്നൊന്നും ഞാൻ പറയാനുള്ളത് ശരിയല്ല. താങ്ക് യു.